ലേണേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പഠനത്തെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചാണ്. സ്റ്റെപ്പ് നമ്പർ 1, ഫൈൻഡ് യുവർ സ്റ്റഡി ടൈം. നമുക്ക് ഓരോരുത്തർക്കും പഠിക്കാൻ കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്റ്റഡി ടൈം ഏതാണെന്ന് നമ്മൾ തന്നെ കണ്ടെത്തണം. ചിലർക്ക് രാവിലെ നേരത്തെ എണീറ്റ് പഠിക്കുന്നതായിരിക്കും കൂടുതൽ കൺവീനിയൻറ്റ്, എന്നാൽ ചിലരാകട്ടെ രാത്രി വൈകിയോളം ഇരുന്ന് പഠിക്കുന്നവരായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഏത് ടൈമാണോ ഏറ്റവും കൂടുതൽ മൈൻഡ് റിഫ്രഷായി നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ കഴിയുന്നതെന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തണം. ഒരിക്കലും മറ്റൊരാളുടെ നിർബന്ധത്തിൽ നീ രാവിലെ എഴുന്നേറ്റ് പഠിക്കുക, അല്ലെങ്കിൽ നീ രാത്രി വൈകിയോളം ഇരുന്ന് പഠിക്കരുത് എന്നൊക്കെ പറയുന്ന അഡ്വൈസസ് നമ്മൾ കേൾക്കാതിരിക്കുക. കാരണം നമ്മുടെ മൈൻഡ് ഏറ്റവും കോൺസെൻട്രേറ്റ് ആയി ഇരിക്കുന്ന സമയം കണ്ടുപിടിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അത് ഓരോരുത്തരെ സംബന്ധിച്ച് വ്യത്യസ്ത സമയമായിരിക്കും. ചിലർ രാവിലെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കും, ചിലർ രാത്രി വൈകിയിരുന്ന് പഠിക്കും, ചിലർ ഇതിനിടയ്ക്കുള്ള സമയം കണ്ടെത്തും. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ സ്റ്റഡി ടൈം ഏതാണെന്ന് ആദ്യം തീരുമാനിക്കുക. സ്റ്റെപ്പ് 2, ടൈം മാനേജ്മെൻറ്റ്. അതായത് നമ്മൾ പഠിക്കാൻ തീരുമാനിക്കുന്ന ആ ഒരു നിശ്ചിത സമയം നമ്മൾ മറ്റൊന്നിലേക്കും കോൺസെൻട്രേഷൻ പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആ ഒരു ടൈം പഠനത്തിലേക്ക് മാത്രമായി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് ടൈം മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആ ഒരു ടൈമിനെ പൂർണ്ണമായും പ്രൊഡക്റ്റീവായി നമ്മൾ പഠനത്തിന് മാത്രം വിനിയോഗിക്കുക. എത്ര മണിക്കൂർ സമയം പഠനത്തിനായി മാറ്റിവെക്കുന്നു എന്നത് ഓരോരുത്തരെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. ചിലർക്ക് 2 മണിക്കൂറാകാം, ചിലർക്ക് 3 മണിക്കൂറാകാം, ചിലർക്ക് വളരെ ലോങ് ആയിട്ട് ഇരുന്ന് പഠിക്കാനുള്ള ഒരു ടെൻഡൻസി, ഒരു മൈൻഡ് സെറ്റ് കൂടിയുണ്ട്. അപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് അനുസരിച്ച് നമ്മൾ പഠനത്തിന് എത്ര മണിക്കൂർ ചിലവഴിക്കണം എന്നത് തീരുമാനിക്കുക. സ്റ്റെപ്പ് നമ്പർ 3, മേക്ക് എ ടൈം ടേബിൾ. നമുക്ക് സ്വന്തമായി നമ്മൾ തന്നെ ഒരു ടൈം ടേബിൾ കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കാം. അതായത് നമ്മൾ മാറ്റിവെക്കുന്ന പഠന സമയം, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കവർ ചെയ്യണം, നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നമ്മൾ ഒരു സമയം മാറ്റിവെക്കുക. ആ ഒരു സമയത്തിൽ നമുക്ക് മാക്സിമം കവർ ചെയ്യാനുള്ള പോർഷൻസേ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. ആ ഒരു ടൈം ടേബിൾ നമ്മൾ ഡെയിലി ഫോളോ ചെയ്യുകയാണെങ്കിൽ പഠനത്തിനോടുള്ള നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഒരുപാട് വർദ്ധിക്കുന്നതാണ്. സ്റ്റെപ്പ് 4, കൺസിസ്റ്റൻസി. പഠനത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യമാണ് കൺസിസ്റ്റൻസി. അതായത് നമ്മൾ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യാതിരിക്കുക. നമ്മുടെ ലക്ഷ്യം നമ്മൾ പ്രാപ്തമാക്കുന്നതുവരെ അതിനേക്കുള്ള പ്രയാണം തുടർന്നുകൊണ്ടേയിരിക്കുക. പഠനത്തിൽ ഒരിക്കലും ഒരു ലോങ് ബ്രേക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് പിന്നീട് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ലേസി മൂഡ് വരാനുള്ള സാധ്യത ഒരുപാട് വർദ്ധിപ്പിക്കും. സ്റ്റെപ്പ് നമ്പർ 5, ഒരിക്കലും നമ്മൾ ഇനിയും തീർക്കാനുള്ള പോർഷൻസിനെ കുറിച്ച് ആലോചിച്ച് വെറുതെ വേവലാതിപ്പെടരുത്. അത് നമ്മുടെ ടെൻഷൻ ഒരുപാട് വർദ്ധിപ്പിക്കും. മറിച്ച് നമ്മൾ വളരെ സക്സസ്ഫുള്ളായി എത്ര പോർഷൻസ് കവർ ചെയ്തു എന്നതിനെക്കുറിച്ച് ആലോചിക്കുക. അതിൽ സാറ്റിസ്ഫൈഡ് ആവുക. സ്റ്റെപ്പ് നമ്പർ 6, ചിലപ്പോൾ നമ്മുടെ ചുറ്റിലും നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ഒരുപാട് പേർ കാണും. അങ്ങനെയുള്ള സറൗണ്ടിങ്സിനെ പരമാവധി ഇഗ്നോർ ചെയ്യാൻ പഠിക്കുക. സ്റ്റെപ്പ് നമ്പർ 7, നമ്മുടെ ഹാപ്പി മൊമെൻറ്റ്സ് ഒരിക്കലും സാക്രിഫൈസ് ചെയ്യാതിരിക്കുക. പഠനത്തോടൊപ്പം തന്നെ മറ്റെല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്യാൻ പഠിക്കുക. അതായത് ചിലരൊക്കെ പഠനത്തിലെ ഓവറായിട്ട് പ്രാധാന്യം നൽകുമ്പോൾ മറ്റ് പല മൊമെൻറ്റ്സിനെയും സാക്രിഫൈസ് ചെയ്യുന്നൊരു ടെൻഡൻസി കണ്ടുവരാറുണ്ട്. ചിലർ സോഷ്യൽ മീഡിയാസൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കും, ചിലർ ഫങ്ഷൻസ് അല്ലെങ്കിൽ ട്രിപ്പുകൾ എന്നിവയൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കും. അതേപോലെ നമുക്കിഷ്ടപ്പെട്ട ഹോബീസൊക്കെ ചിലർ മാറ്റിവെക്കും. അപ്പോൾ ഇങ്ങനൊരു ഐസൊലേഷൻ മോഡിൽ പഠിക്കാതിരിക്കുക. ഇത് നമ്മുടെ ടെൻഷൻ ഒരുപാട് വർദ്ധിപ്പിക്കും. നമ്മുടെ മൈൻഡിനെ കൂളാക്കാനും റിഫ്രഷ് ആക്കാനും ഒക്കെ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള പല കാര്യങ്ങളും ചെയ്തുകൊണ്ടേ ഇരിക്കുക. സ്റ്റെപ്പ് നമ്പർ 8, സ്ലീപ്പിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പഠനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന പോലെ തന്നെ ഹെൽത്തിനും പ്രാധാന്യം കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഉറക്കം. ശരിയായ ഉറക്കം നമ്മുടെ മൈൻഡിനെ റിഫ്രഷ് ആക്കാനും ടയേർഡ്നെസ് ഒഴിവാക്കാനും ലേസി മൂഡ് ഒഴിവാക്കാനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ്. സോ രാത്രി വൈകിയിരുന്ന് പഠിക്കുന്നവർ ഉറക്കത്തിന് പ്രാധാന്യം കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉറക്കം പോലെ തന്നെ നന്നായി ഭക്ഷണം കഴിക്കാനും നന്നായി വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ പഠനത്തിൽ നമ്മുടെ സ്ട്രെസ്സും നമ്മുടെ ടെൻഷനും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ബെറ്റർ മെഡിറ്റേഷൻ കൂടി ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് നമുക്ക് നല്ലൊരു ഹെൽത്ത് ആൻഡ് മൈൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ പഠനത്തെ ഒരുപാട് പോസിറ്റീവായി നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റീവായി മാറ്റാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. എല്ലാവരും ഈ പറഞ്ഞ സ്റ്റെപ്സൊക്കെ ഫോളോ ചെയ്ത് നല്ലൊരു ജേണിയാക്കി പഠനത്തെ മാറ്റുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.